നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. VD സതീശന്റെ പുതുയുഗയാത്രയ്ക്ക് തൃശൂരിൽ വൻ സ്വീകരണം. വെള്ളാനിക്കര കാർഷിക സർവകലാശാല സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദക്ഷിണ മേഖല കാർഷിക മേള റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് അധ്യക്ഷനായി. റവന്യൂ മന്ത്രി കെ രാജൻ നയിക്കുന്ന LDF ഒല്ലൂർ മണ്ഡലം വികസന സന്ദേശ ജാഥ പര്യടനം ആരംഭിച്ചു. ഒല്ലൂർ ചിയാരത്ത് നിന്ന് ആരംഭിച്ച ജാഥ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മാറ്റാംപുറം MN നഗർ ഇരട്ട വീട് ഒറ്റവീടാക്കൽ പദ്ധതി പൂർത്തീകരണവും താക്കോൽ കൈമാറ്റവും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ലാബ് ആരംഭിക്കാൻ സുരേഷ് ഗോപി 33 ലക്ഷം രൂപ അനുവദിച്ച് 1 വർഷമായിട്ടും കോർപ്പറേഷൻ ഭരണാനുമതി നൽകാത്തതിനാൽ ലാബ് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. വിശദമായ വാർത്തകളിലേക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി പ്രഭാതവേദി സംഘടിപ്പിച്ചു. പ്രകൃതി ദുരന്ത ബാധിതർ, ഭാഷാ ന്യൂനപക്ഷം, രാഷ്ട്രീയ ആക്രമണ ഇരകളുടെ ബന്ധുക്കൾ, വന്യജീവി ആക്രമണ ബാധിതർ, സർക്കാർ ഏറ്റെടുത്ത ഭൂമിക്കും വസ്തുവകകൾക്കും നഷ്ടപരിഹാരം ലഭിക്കാത്തവർ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, വ്യാപാരി വ്യവസായികൾ, തോട്ടം തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾ, പാചക തൊഴിലാളികൾ, അസംഘടിത തൊഴിലാളി വിഭാഗങ്ങൾ, അവശത അനുഭവിക്കുന്ന കലാകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, നാടകം, സിനിമ, കലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, സാമൂഹ്യ പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, വിദ്യാഭ്യാസ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, എഴുത്തുകാർ, പ്രവാസികൾ, വനിതകൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, PSC ഉദ്യോഗാർത്ഥികൾ, IT, സ്റ്റാർട്ടപ്പ്, ടൂറിസം മേഖലയിലുള്ളവർ തുടങ്ങിയ ജനവിഭാഗങ്ങളുമായി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, ബെന്നി ബഹനാൻ, MP CP ജോൺ, ജില്ലാ കൺവീനർ KR ഗിരിജൻ, MP വിൻസെന്റ്, തോമസ് ഉണ്ണിയാടൻ, CV കുര്യാക്കോസ്, സുനിൽ അന്തിക്കാട്, ജോസ് വള്ളൂർ, മേയർ നിജി ജസ്റ്റിൻ, ഷാനിമോൾ ഉസ്മാൻ, ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. നമുക്ക് പ്രതിഷേധിക്കണ്ടേ? ഇവരിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ രക്ഷിക്കണ്ടേ? നമ്മുടെ രാജ്യത്തിന്റെ ക്രമസമാധാനം, നമ്മുടെ രാജ്യത്തിന്റെ സ്വൈര്യ ജീവിതം എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു കാലഘട്ടം. ഇത് അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ആവേശഭരിതനായി. ജനാധിപത്യ വിശ്വാസികളുടെ, മതേതരത്വ വിശ്വാസികളുടെ അനുഗ്രഹാശിസുകളാകുന്ന ഗീതോപദേശമേറ്റ് ഒരു വിജൃംഭിത വീരനായ കുരുക്ഷേത്ര സവ്യസാചിയെ പോലെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ. VD സതീശൻ നയിക്കുന്ന പുതുയുഗത്തിന്റെ, പുതിയ കേരളത്തിന്റെ പുതുയുഗത്തിന് ഈ അതിന്റെ പിറവി സൂചിപ്പിക്കുന്ന നിറപ്പറ പുതുയുഗ സമ്പത്തായി സമ്പന്നമാക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ നിറപറ നിറയ്ക്കാൻ വേണ്ടി പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് വേദിയെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളികളായ സഹപ്രവർത്തകരെ, ഞാൻ നിങ്ങളെ പോരാളികൾ എന്ന് അഭിസംബോധന ചെയ്തത് വെറുതെ അല്ല. നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ യുദ്ധത്തിലെ പോരാളികളാണ് നിങ്ങളും ഞാനും എല്ലാവരും. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ പൂർത്തിയാക്കി ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് നമുക്കൊരു പുതുയുഗ പിറവിക്ക് തുടക്കമിടാം. അതിനുള്ള സർവസന്നാഹത്തോടു കൂടിയാണ് നമ്മുടെ UDF മുന്നോട്ട് വരുന്നത്. കേരളം
ഇവർ തകർത്തു തരിപ്പണമാക്കി നമ്മുടെ കേരളത്തെ. സകല മേഖലകളെയും പൊളിച്ചു. പറയാൻ പോയാൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാണ്. ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ നമ്മൾ ഈ ദുർഭരണക്കാരെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഒരു നാടിന്റെ ഘടനയിൽ ഏറ്റവും പ്രധാനം എന്താണ്? അതിന്റെ സമ്പദ്ഘടനയാണ്. ആ സമ്പദ്ഘടന നാടിന്റെ നട്ടെല്ലാണ്. ആ നട്ടെല്ല് ഇവർ തകർത്തു. പിന്നെ എങ്ങനെയാണ് ചലിക്കാൻ കഴിയുക ഒരു നാടിന്? അടുത്ത മാസം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. സംശയമൊന്നും വേണ്ട. പക്ഷേ പോകുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വേറെ 10,000 കോടി രൂപയുടെ ബാധ്യതകൾ. അവർ കേരളത്തെ കടത്തിന്റെ കാണാകയങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തി. നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, ഗവൺമെന്റിനെ വിമർശിക്കുന്നവർ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, എവിടെ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെ നമുക്ക് വിജയിക്കണം. എവിടെയെല്ലാമാണ് ഇവർ തകർത്തെറിഞ്ഞത് കേരളത്തെ, അവിടെ നമുക്ക് കേരളത്തെ പുനർജനിപ്പിക്കണം. വേണ്ടേ? അതിനാണ് പുതിയുഗ യാത്ര. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം നടത്തി ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകളുടെ സേവനം വാങ്ങിച്ച് നമ്മൾ ബദൽ പരിപാടികളും സമഗ്ര പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുന്നണിയും കാണിക്കാത്ത തയ്യാറെടുപ്പോടെ ഭാവി കേരളത്തെക്കുറിച്ച് ഉള്ള പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. നമ്മൾ ഇവര് തകർത്തെറിഞ്ഞ ഈ സമ്പദ്ഘടന നമ്മളതിനെ പുനർജനിപ്പിക്കും. നമ്മൾ കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിലൂടെ, തന്ത്രപരമായ നികുതി പരിഷ്കരണങ്ങളിലൂടെ, കാർക്കശ്യം നിറഞ്ഞ ഖജനാവിന്റെ ചോർത്തൽ തടഞ്ഞുകൊണ്ട്. ദക്ഷിണമേഖല കാർഷിക മേള ഫെബ്രുവരി 18 മുതൽ 22 വരെ. ദക്ഷിണമേഖല കാർഷിക മേള മന്ത്രി കെ രാജനാണ് ഉദ്ഘാടനം ചെയ്തത്. വെള്ളാനിക്കര ക്യാമ്പസിൽ കാർഷിക മേള ഫെബ്രുവരി 22 വരെ നടക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെയും കേരള സർക്കാരിന്റെയും ആഭിമുഖ്യത്തിൽ കേരള കാർഷിക സർവകലാശാലയിൽ ഫെബ്രുവരി 22 വരെ തൃശൂർ വെള്ളാനിക്കരയിൽ സംഘടിപ്പിക്കുന്ന ദക്ഷിണമേഖല കാർഷിക മേള 2026 റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മണ്ണിൽ നിന്ന് വിണ്ണിലേക്കുള്ള ചരിത്രമാണ് കേരള കാർഷിക സർവകലാശാലയുടേതെന്നും കർഷകർക്കെന്നും ആശ്രയിക്കാൻ കഴിയുന്ന സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാലയെന്നും മന്ത്രി കെ രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കർഷകർക്ക് മൂല്യവർദ്ധിത സാങ്കേതികത ലഭ്യമാക്കുന്നതിലും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കർഷകരുടെ കൃഷിയിടങ്ങളിൽ എത്തിക്കുന്നതിലും യൂണിവേഴ്സിറ്റിയുടെ പങ്ക് മഹത്തരമാണ്. പ്രിസിഷൻ ഫാമിംഗും നിർമ്മിത ബുദ്ധിയും ഡ്രോണുകളും കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു. കൃഷിയെ ലാഭകരമായി ബിസിനസ്സാക്കി മാറ്റാൻ കഴിയണമെന്നും കർഷകർക്ക് ഉപയോഗപ്രദമായ ആധുനിക സാങ്കേതിക വിദ്യ നടപ്പിലാക്കണമെന്നും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ സംരംഭകരാക്കി മാറ്റാൻ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. 200-ലധികം സ്റ്റാളുകളും കർഷകർക്കും കർഷക കൂട്ടായ്മകളും വിജ്ഞാനപ്രദമായ അറിവുകളും നിരവധി പദ്ധതികളും മനസ്സിലാക്കാൻ പറ്റുന്ന വേദി കൂടിയാണ് കാർഷികമേള 2026. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് അധ്യക്ഷനായി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സ്, കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജ്യോതി എന്നിവർ സംസാരിച്ചു. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എ സക്കീർ ഹുസൈൻ സ്വാഗതവും വിജ്ഞാന വ്യാപന ഡയറക്ടർ ഡോക്ടർ ബിനു പി ബോണെ നന്ദിയും അറിയിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, വാർഡ് മെമ്പർ ഗീതു രതീഷ്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കണ്ണൻ CS, ധനലക്ഷ്മി ബാങ്ക് സീനിയർ മാനേജർ MP ശ്രീകുമാർ, KAU ഭരണസമിതി അംഗങ്ങൾ, ജനറൽ കൌൺസിൽ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന വേദിയിൽ മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. ലോഗോ ഡിസൈൻ മത്സരത്തിൽ PJ ശിൽപ, കൈലാസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ 1ാം സ്ഥാനം നേടി. M മഹേഷ്, മുഹമ്മദ് അസ്ലാം എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ടാഗ്ലൈൻ കോൺടെസ്റ്റിൽ GM അമൃത, MI അഭിരാം, RH ഷിഹാബുദ്ദീൻ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. റീൽസ് മേക്കിംഗ് കോൺടെസ്റ്റിൽ A മുഹമ്മദ് മുസ്തഫ,
അജന്യ മധു, സന്ദീപ് മുരളി എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. യൂത്ത് ഹാക്കത്തോൺ മത്സരത്തിൽ അങ്കമാലി FISAT കോളേജിലെ വിദ്യാർത്ഥികളായ സാൽവിയോൺ തോമസ്, നിവിൻ പ്രകാശ്, ഫർസീന ഫാത്തിമ എന്നിവരടങ്ങുന്ന ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലെ അവിൻ തോമസ്, അനഘ റെജി എന്നിവർ 2ാം സ്ഥാനവും കോളേജ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് വെള്ളാനിക്കരയിലെ വിദ്യാർത്ഥികളായ ആയിഷ അഫ്രീൻ, ബ്ലെസി മെയ്സി, നിവ്യ രാജേഷ് എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കാർഷിക നവോത്ഥാന മത്സരത്തിൽ പി രാമചന്ദ്രൻ, KR ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ വടക്കുംചേരി എന്നിവർ സമ്മാനങ്ങൾ കരസ്ഥമാക്കി. ഫെബ്രുവരി 22 വരെ നടക്കുന്ന മേളയിൽ ജനപ്രതിനിധികൾ, ദക്ഷിണേന്ത്യൻ കാർഷിക സർവകലാശാലയുടെയും ICAR സ്ഥാപനങ്ങളുടെ മേധാവികൾ, കൃഷിവകുപ്പ് മേധാവികൾ, കർഷക പ്രമുഖർ എന്നിവർ മുഖ്യ ആതിഥ്യം വഹിക്കുകയും വിവിധ സെമിനാറുകൾ നയിക്കുകയും ചെയ്യുന്നുണ്ട്. 200ഓളം പ്രദർശന സ്റ്റാളുകൾ, സാങ്കേതികവിദ്യ തത്സമയ പ്രദർശനങ്ങൾ, കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം, കർഷകർക്കും വിദ്യാർത്ഥികൾക്കും വിവിധ മത്സരങ്ങൾ, ഫാം സന്ദർശനങ്ങൾ, പ്രദർശന വിപണന സ്റ്റാളുകൾ, പ്രകൃതി സവാരി, FPO, അഗ്രി സ്റ്റാർട്ട് ആപ്സ്, B2B സംഗമങ്ങൾ, സാംസ്കാരിക സന്ധ്യകൾ എന്നിവയാണ് മേളയുടെ പ്രധാന ആകർഷണങ്ങൾ. കാർഷിക മേള ഫെബ്രുവരി 22-ന് അവസാനിക്കും. ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്ന ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു. കേരള കാർഷിക സർവകലാശാല മണ്ണിൽ നിന്ന് വിണ്ണിലേക്കുള്ള ജൈത്രയാത്രയുടെ ഒരു ചരിത്രമാണ്. ഔപചാരികമായി ദീർഘമായ 50 വർഷക്കാലത്തെ ചരിത്രം. 5 പതിറ്റാണ്ട് കാലം മുമ്പ് ഭാരതം പട്ടിണിയോട് പടവെട്ടി നിന്ന നാടുകളിൽ ഹരിത വിപ്ലവത്തിലൂടെ നമ്മുടെ നാടിനെ ഭക്ഷ്യ സുരക്ഷയിലേക്ക് നയിക്കുക എന്ന ശ്രദ്ധേയമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വിശാലമായ പങ്കുവഹിച്ച കേരള കാർഷിക സർവകലാശാല വിസ്മരിക്കാനാകാത്ത അനുഭവം. അന്ന് ജയയും ജ്യോതിയും ഉൾപ്പെടെയുള്ള അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളും ശാസ്ത്രീയ കൃഷി മുറകളും കർഷകരിലേക്ക് എത്തിച്ച് പട്ടിണി മാറ്റിയ ഇന്ന് മണ്ണിനപ്പുറം ആകാശത്തോട് വെറ്റി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായ കാര്യം. നാസയുടെ ബഹിരാകാശ പരീക്ഷണങ്ങളുടെ ഭാഗമായി ഈ സർവകലാശാലയുടെ വിത്തിനങ്ങൾ ആകാശ കപ്പലുകളിൽ യാത്ര ചെയ്തെന്ന് നാം അഭിമാനത്തോടെ കാണുന്ന ഒരു ഘട്ടം. മണ്ണിൽ വീഴുന്നിയ ഗവേഷണങ്ങൾ വിണ്ണോളം വീഴുമ്പോൾ നാം അഭിമാനപൂർവ്വം നമുക്ക് കാണാം. ഇതോടൊപ്പം കൃഷി അതിജീവനത്തിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് കടക്കുന്ന ഇന്നത്തെ കാലത്ത് നാം കൃഷിയെ കേവലം ഒരു ഉപജീവന മാർഗമായല്ല, കൈക്കരുത്തിനെ അതിൻ്റെ മഹനീയതയെ എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ മുന്നോട്ട് പോയതിൻ്റെ അഭിമാനകരമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നമ്മുടെ മുമ്പിൽ. കൊല്ലൂർ കൃഷി സമിതിയുടെ നാമധേയത്തിൽ കാർഷിക സർവകലാശാലയിൽ കൊണ്ടുവന്നെത്തിച്ച 49 കൃഷിക്കൂട്ടങ്ങൾ കേരള കാർഷിക സർവകലാശാല നൽകിയിട്ടുള്ള അതിന്റെ ഉദ്യോഗസ്ഥന്മാരും അതിന്റെ ശാസ്ത്രജ്ഞന്മാരും നൽകിയിട്ടുള്ള റവന്യൂ മന്ത്രി K. രാജൻ നയിക്കുന്ന LDF ഒല്ലൂർ മണ്ഡലം വികസന സന്ദേശ ജാഥ പര്യടനം ആരംഭിച്ചു. ഒല്ലൂർ ചിയാരത്ത് നിന്ന് ആരംഭിച്ച ജാഥ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കരുതെന്ന് പ്രഖ്യാപിച്ച് കൈകോർത്തവരാണ് കോൺഗ്രസും BJPയും എന്ന് CPI സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA. സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതികളെ പ്രതിപക്ഷവും BJPയും എതിർത്തു. ഇടതുമുന്നണിക്കും സർക്കാരിനുമെതിരെ മഴവിൽ മുന്നണി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവർ. ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ നയിക്കുന്ന ഒല്ലൂർ മണ്ഡലം വികസന സന്ദേശ ജാഥ ചിയാരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJPക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിച്ചിട്ടും UDFന് വേണ്ടി പ്രതിപക്ഷ നേതാവ് വിഴിഞ്ഞത്തുൾപ്പെടെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയിട്ടും ഈ സർക്കാർ മുന്നോട്ടുപോയി. നിശ്ചയദാർഢ്യമുള്ള സർക്കാരിന് മുൻപിൽ എല്ലാം നിഷ്പ്രയാസമാണെന്ന് തെളിയിച്ചു. വികസനത്തിന്റെ മുന്നേറ്റം എല്ലാ മേഖലയും ഉണ്ടായി. മാറ്റത്തിന്റെ 10 വർഷം കടന്നുപോയി. സംഘാടക സമിതി കൺവീനർ A. സജീവ് അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ K. രാജൻ, ജാഥ മാനേജർ MS. പ്രദീപ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം UP ജോസഫ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം G. പ്രദീപ് കുമാർ, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി നെല്ലിക്കുഴി, സോഷ്യലിസ്റ്റ് ജനതാദൾ നേതാവ് രാജൻ, CPI നേതാക്കളായ അജിത വിജയൻ, പ്രസാദ് പാറേരി, കനിഷ്കൻ വിൻസൻ, CPI നേതാക്കളായ വർഗീസ് കണ്ടംകുളത്തി, PS വിനയൻ, KV സജു എന്നിവർ സംസാരിച്ചു. ജാഥാംഗങ്ങളായ PD റെജി, ജോസ് മുതുകാട്ടിൽ, ഷീജു കിടായി, CV ജോസുട്ടി, ഷാജൻ ജോസ് എന്നിവരും പങ്കെടുത്തു. വലിയാലുക്കൽ, പനമുക്ക് എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആദ്യ ദിവസത്തെ പര്യടനം അവസാനിച്ചു. 2ാം ദിവസം വ്യാഴാഴ്ച മരോട്ടിച്ചാലിൽ നിന്ന് ആരംഭിച്ച് പനയംപാടത്ത് സമാപിച്ചു. 20-ാം തീയതി വിലങ്ങന്നൂരിൽ നിന്ന് തുടങ്ങി പൂച്ചട്ടിയിലാണ് അവസാനിക്കുക. സമാപന ദിവസം വാണിയമ്പാറയിൽ നിന്ന് ആരംഭിച്ച് കട്ടിലപ്പൂവത്ത് സമാപിക്കും. സമാപന സമ്മേളനം CPI മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും.
LDFിൻ്റെ MLA-മാരുള്ള സ്ഥലങ്ങളിൽ അവരുടെ നേതൃത്വത്തിലും മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ LDF നേതാക്കളുടെ നേതൃത്വത്തിലും നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കണം എന്നുള്ള തീരുമാനം അഭിസംബോധന ചെയ്യാനും ഇവിടെയുണ്ട് എന്നുള്ളതുകൊണ്ട് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംസാരിക്കാൻ മറ്റാരേക്കാളും ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA റവന്യൂ മന്ത്രി ശ്രീ രാജന് ഏറെ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടായി ചരിത്രം 2016-ൽ 21-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയത് 2016 തുടങ്ങിയതാണ്. 2016 മുമ്പുള്ള ഒരു കേരളം ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ് എല്ലാ മേഖലയിലും സർവനാശം വിതച്ചൊരു ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ള കാര്യം കുടിശ്ശികയുള്ളത് പൂർണ്ണമായി പെൻഷൻകാരുടെയും ഈ സർക്കാർ ജീവനക്കാരുടെയും കൊടുത്തു തീർക്കാനും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ഗവൺമെന്റ് തീരുമാനിച്ചു എന്നുള്ളത് ഗവൺമെന്റ് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഗവൺമെന്റ് ആയിക്കൊണ്ടാണ്. ക്ഷേമ പ്രവർത്തനത്തിൽ ഈ ഗവൺമെന്റ് പുറകോട്ട് പോയോ? കേരളത്തിലെ 62 ലക്ഷം ആളുകൾക്ക് ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നുണ്ട് 2000 രൂപ. ആ 2000 രൂപയുടെ പെൻഷനിൽ കോൺഗ്രസിന്റെ സംഭാവന എത്ര? കോൺഗ്രസ് ഗവൺമെന്റിന്റെ 45-ൽ നിന്ന് EK നായനാർ തുടങ്ങിയതാണല്ലോ കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ 980-ൽ. വേണ്ടി ജയപ്രകാശൻ എഴുതി, സുരേന്ദ്രൻ ജീരോത്ത്, നിമിത മനോജ്, 25-ാം ബൂത്ത് അനീഷ്, ടോമി, രവി TA, ശങ്കരൻ, ബാബു. 174-ാം ബൂത്ത് മാത്യു CP, വൃന്ദാവൻ, സന്തോഷ് വെള്ളനഴി, വിൽസൺ കുഞ്ഞാമര. 169 VP ഷാജി, സുരേഷ് ബാബു, നാരായണൻ, അശ്വതി, ലിഷ. ബൂത്ത് 167 ജിതേഷ്, അഗ്നിവേശ്, ധനലക്ഷ്മി, ബൈജു CB. മാറ്റാംപുറം MN നഗർ ഇരട്ട വീട് ഒറ്റവീടാക്കൽ പദ്ധതി പൂർത്തീകരണവും താക്കോൽ കൈമാറ്റവും റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. മാറ്റാംപുറം MN നഗറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർപേഴ്സൺ TV ബാലൻ അധ്യക്ഷനായി. സംസ്ഥാന സർക്കാർ 1972-ൽ നടപ്പിലാക്കിയ പാർപ്പിട പദ്ധതിയാണ് MN ലക്ഷം വീട് പദ്ധതി. സ്വന്തമായി വീടില്ലാത്ത സമൂഹത്തിലെ ഏറ്റവും അർഹരായവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയ പദ്ധതി പ്രകാരം ഒരു മേൽക്കൂരയിൽ 2 കുടുംബങ്ങൾ താമസിക്കുന്ന ഇരട്ട വീടുകളുടെ മാതൃകയിലായിരുന്നു. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ വീടുകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ് ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കി പുനർനിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തു. മാടക്കത്തറ പഞ്ചായത്ത് പരിധിയിൽ മാറ്റാംപുറം MN നഗറിലെ ലക്ഷം വീട് പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകളെ ഒറ്റ വീടാക്കി മാറ്റി. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു, മുൻ MLA ഗീതാ ഗോപി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജി ഗിരിജ, പഞ്ചായത്ത് അംഗം KP പ്രശാന്ത്, ചീഫ് എഞ്ചിനീയർ A നൌഷാദ്, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇവിടെ 1972-ൽ കേരളത്തിലെ ഗവൺമെന്റ് വീടില്ലാത്ത മനുഷ്യന് വീട് കൊടുക്കുക എന്നൊരാശയത്തിലേക്ക് കടക്കുമ്പോൾ കേവലമായി ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പണം എടുത്തുകൊണ്ടല്ല, കേരളത്തിലെ വിവിധങ്ങളായ വകുപ്പുകളെ അവർക്ക് ചെലവഴിക്കാവുന്ന സാങ്കേതികമായിട്ടുള്ള സാധ്യതകളും പണവും അവർക്ക് സമാഹരിക്കാവുന്ന മെറ്റീരിയൽസും കളക്ട് ചെയ്തുകൊണ്ട് അന്നത്തെ ഭവന നിർമ്മാണ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന MN ഗോവിന്ദൻ നായർ കേരളത്തിന്റെ തെരുവുകളിൽ സാധാരണ മനുഷ്യരുടെ മുമ്പിൽ അലഞ്ഞ് സമാഹരിക്കാൻ തീരുമാനിച്ച തുക കൂടി കൂട്ടിവെച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭവന നിർമ്മാണ പദ്ധതിക്ക് രൂപം നൽകി. ലക്ഷം വീട് പദ്ധതി എന്ന പേരിൽ മഞ്ഞത്തും മഴയത്തും വെയിലത്തും പീഡികത്തിണ്ണകളിലും വെളിപ്രദേശങ്ങളിലും കിടന്നുറങ്ങേണ്ടി വന്ന
പതിനായിരക്കണക്കായിട്ടുള്ള ലക്ഷക്കണക്കായിട്ടുള്ള മനുഷ്യർക്ക് തലയ്ക്കു മീതെ ഒരു കൂരയുണ്ടാക്കി കൊടുക്കുക എന്ന മഹത്തരമായിട്ടുള്ള ആശയത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണമായിരുന്നു ആ ആശയം. അന്ന് ആരംഭിച്ച് ഈ വരുന്ന ഫെബ്രുവരി 24-ാം തീയതി തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ സാക്ഷി നിർത്തിക്കൊണ്ട് 5.25 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചതിൻ്റെ പ്രഖ്യാപനം നടത്താൻ പോകുന്ന ലൈഫ് വരെയുള്ള ഭവന പദ്ധതികൾ ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല എന്ന് വളരെ അഭിമാനപൂർവ്വം ഈ ഘട്ടത്തിൽ പറയാനാകും. 5 വർഷക്കാലം മുമ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട വറാച്ചേട്ടൻ, ഞാനും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കരയും കൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ നഗറിൽ വരുമ്പോൾ ഈ നഗറിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചും ഇരട്ട വീടുകളായി കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഞങ്ങളോട് വാതോരാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാർ സംസാരിച്ചു. കാർത്തു ചേച്ചിയും ലളിത ചേച്ചിയും തങ്കമണി ചേച്ചിയും ഭാസ്കരേട്ടനും ഇവിടെ നിന്നുണ്ടായിരുന്ന പകൽ നേരത്ത് ഇവിടെ തന്നെ നിൽക്കുന്ന എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ മുമ്പിൽ ഈ പ്രയാസങ്ങളുടെ ദീർഘമായിട്ടുള്ള കെട്ടഴിച്ചു. കഴിഞ്ഞ ദിവസം മാരത്താക്കര ലക്ഷം വീട് കോളനിയിൽ അതിൻ്റെ ഇരട്ട ആയിരുന്ന വീടുകൾ ഒറ്റ വീടുകളാക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഇരട്ട വീടുകളിലേക്ക് പോയി നോക്കിയാലേ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങളുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒറ്റ ചുമരാണ് 2 കുടുംബങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കാൻ. ഒരു വീട്ടിൽ നല്ല ഒരു ഉണക്കമുള്ള മറക്കാൻ പറ്റില്ല, അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ കരയും. ഇപ്പുറത്തിരുന്ന് ഏതെങ്കിലും രാഷ്ട്രീയ വിരുദ്ധമുള്ളവന് ഒരു രാഷ്ട്രീയ അഭിപ്രായം പറയാൻ പറ്റില്ല, അപ്പുറത്തെ വീട്ടിലെ ആൾ ചെവിട് വെച്ച് രഹസ്യമായി കേൾക്കും. സ്വകാര്യം പറയാൻ പറ്റില്ല, വ്യക്തിപരമായിട്ടുള്ള ആഹ്ലാദം പങ്കിടാൻ പറ്റില്ല. ഒറ്റ ചുമരൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എത്ര കാലം ഈ ജീവിതത്തിൽ ഇങ്ങനെ എന്ന് കണക്കുകൂട്ടി ജീവിച്ചിരുന്ന മനുഷ്യരുടെ വേദനയുടെയും കണ്ണീരിൻ്റെയും കഥയുണ്ട് ഇരട്ട വീടുകളുടെ താഴെ താമസിച്ചിരുന്ന മനുഷ്യർക്ക്. നമുക്കതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകില്ല, കാരണം നമുക്ക് പ്രയാസം നമ്മുടെ ഒറ്റ വീടിൻ്റെ കഥകളകിയാലോ ജനല് മാറിയാലോ വിചാരിച്ച നിറത്തിലുള്ള പെയിന്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലോ ബാത്റൂമിലെ വെള്ളം നിന്നാലോ ഒക്കെ പരാതി പറയുന്ന നമ്മൾ ഒറ്റ വീടിൻ്റെ ചുമരിനപ്പുറത്തും ഇപ്പുറത്തുമായി താമസിക്കേണ്ടി വന്ന 2 കുടുംബങ്ങളെക്കുറിച്ച് കഥ പറഞ്ഞാൽ എങ്ങനെ ബോധ്യപ്പെടും എന്നെനിക്കറിയില്ല. അന്ന് ഞങ്ങളവരോട് പറഞ്ഞു, ഞാനന്ന് ഭവന നിർമ്മാണം ഇരിക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഈ മാറ്റാമ്പുറത്തെ ഉന്നതിക്കകത്ത് ഒരു ചുമരിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തു വിലയും കൊടുത്ത് ഒറ്റ വീടുകളിലേക്ക് പരിവർത്തനം ചെയ്യിക്കും എന്ന് അന്ന് പറഞ്ഞ വാക്കാണ് അക്ഷരാർത്ഥത്തിൽ ഇന്നിവിടെ പ്രാവർത്തികമാകുന്നതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലൊരു കടലിരമ്പം പോലെ ഇങ്ങനെ തിളച്ചു മറിയുന്നത്. ബാലൻ അവരുടെ എല്ലാവരും ചിരിച്ചിരുന്നോ? തൃശൂർ ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ലാബ് ആരംഭിക്കാൻ സുരേഷ് ഗോപി 33 ലക്ഷം രൂപ അനുവദിച്ചു. 1 വർഷമായിട്ടും കോർപ്പറേഷൻ ഇതുവരെ ഭരണാനുമതി നൽകാത്തതിനാൽ ലാബ് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. സാധാരണക്കാർക്ക് വലിയ പണം നൽകി പ്രൈവറ്റ് ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയ്ക്ക് കാരണക്കാരായവർക്കെതിരെ ബിജെപി തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹം നടത്തി. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് അധ്യക്ഷനായി. സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ സുരേഷ് ഗോപി പ്രഖ്യാപിക്കുമ്പോൾ അതിനെ എതിർക്കാൻ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ കെ അനീഷ് കുമാർ പറഞ്ഞു, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ലാബ് ഇപ്പോൾ തിരുവനന്തപുരത്തും പൂനെയിലും മാത്രമാണ്. നമ്മുടെ തൃശൂർ ജില്ലാ ആശുപത്രിയിലാണ് വരുന്നതെങ്കിൽ തൃശൂരിനെ സംബന്ധിച്ച് ഗുണകരമാണ്. തൃശൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമായ പദ്ധതിയാണ്. 33 ലക്ഷം രൂപയാണ് പ്രത്യേകത എന്ന് പറയുന്നു. 2025 ഫെബ്രുവരി 3-ാം തീയതി MP ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യം അനുവദിച്ച ഫണ്ടാണിത്. സുരേഷ് ഗോപിക്ക് നിർബന്ധമായിരുന്നു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതിയായിരിക്കണം ആദ്യത്തേതെന്ന്. 1 വർഷം കഴിഞ്ഞിട്ടും ഈ ബയോടെക്നോളജി ലാബ് യാഥാർത്ഥ്യമായില്ല. സുരേഷ് ഗോപിക്ക് അതിന്റെ നേട്ടം ലഭിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് മുട്ടുന്യായങ്ങൾ പറഞ്ഞ് അത് അനുവദിക്കാതിരിക്കുന്നത് എന്ന് അനീഷ് കുമാർ പറഞ്ഞു. ശക്തമായ സമരപരിപാടികളുമായി ബിജെപി മുന്നോട്ടു പോകും. എത്രയും പെട്ടെന്ന് അനുമതി നൽകിയില്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് ബിജെപി പറഞ്ഞു.
പ്രതിഷേധ സമരത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, സുജയ് സെനൻ, മണ്ഡലം പ്രസിഡന്റുമാരായ വിപിൻ ഐനിക്കുന്നത്ത്, പൂർണിമ സുരേഷ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് തുടങ്ങിയവരും പ്രസംഗിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ മുംതാസ് താഹ, അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, വിൻഷി അരുൺകുമാർ, വിനോദ് കൃഷ്ണ, പത്മിനി ഷാജി, കൃഷ്ണ മോഹൻ, ഭാരവാഹികളായ നിമേഷ്, പ്രിയ, അനിൽ, മുരളീനാഥ് എന്നിവരും നേതൃത്വം നൽകി. സുരേഷ് ഗോപി ഐസഭാംഗമായിരുന്നു 6 കൊല്ലക്കാലം, അന്നും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. രാജഗോപാൽ MLA ആയിരുന്നു, അന്നും MLA ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ധാരാളം അവസരങ്ങൾ ഇതേപോലെ ഫണ്ട് അനുവദിക്കുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഒരു നാടിന്റെ വികസനം, ഒരു ആതുര സേവനാലയത്തിന്റെ ഹോസ്പിറ്റലിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റ് അംഗം കേന്ദ്രമന്ത്രി അദ്ദേഹം ജയിച്ച അന്ന് മുതൽ ആ ജയം തന്നെ അംഗീകരിക്കാൻ ഇവർ തയ്യാറില്ല. ഇപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ സ്ഥലകാല ബോധം ഇവർക്കൊക്കെ തിരിച്ചു കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ വർഷമൊന്നും കഴിഞ്ഞിട്ടും ഇപ്പോഴും സുരേഷ് ഗോപിയുടെ വിജയം അംഗീകരിക്കാൻ CPM-കാർക്കും CPI-കാർക്കും കോൺഗ്രസ്സുകാർക്കും സാധിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന കണ്ടു. തൃശ്ശൂർ പൂരത്തിന് 7 നില കയറി പൊട്ടുന്ന അമിട്ടുപോലെ പൊട്ടിയ ഒരു മഹാൻ അദ്ദേഹം പറയാണ് തൃശ്ശൂർ പൂരം കലക്കിയത്. പശു ചത്തു, പൂരിന് പുളിയും പോയി. ആ പൂരം കഴിഞ്ഞ് അതിനുശേഷം അടുത്ത വർഷത്തെ പൂരം കഴിഞ്ഞു, ഇനി അടുത്ത പൂരം വരാൻ പോവാണ്. അപ്പോഴാണ് പറയുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി പൂരം കലക്കിയത് അന്നത്തെ കളക്ടറായിരുന്ന കൃഷ്ണദേജിയാണ്. അപ്പൊ ഇത്രയും കാലം പറഞ്ഞത് സുരേഷ് ഗോപിയാണ് പൂരം കലക്കിയത്. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു BJP ആണ് പൂരം കലക്കിയത്. പിന്നെ പറഞ്ഞു തിരുവമ്പാടി ദേവസ്വമാണ് പൂരം കലക്കിയത്. ഇപ്പൊ പറയുന്നത് കൃഷ്ണദേജിയാണ് പൂരം. ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ നോക്കിയാൽ അനുഭവിച്ചറിയാം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്നും അതിന്റെ നേട്ടങ്ങളെന്നും റവന്യൂ മന്ത്രി. LDF ഒല്ലൂർ നിയോജക മണ്ഡലം വികസന സന്ദേശ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രാഷ്ട്രീയം നോക്കാതെ വികസനത്തിന്റെ പുതിയ വസന്തം തീർത്ത 10 വർഷം കടന്നുപോകുന്നു. വീടില്ലാത്ത 5 ലക്ഷം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിലൂടെ വീട് നൽകി. ഭൂരഹിതരായ 4.5 ലക്ഷം കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി. മറ്റിടങ്ങളെപ്പോലെ സമഗ്ര വികസനം സാധ്യമാക്കിയ മണ്ഡലമാണ് ഒല്ലൂർ. കാൽനട പോലും അസാധ്യമായ റോഡുകളായിരുന്നു 10 വർഷം മുൻപ്. BMBC നിലവാരത്തിലല്ലാത്ത ഒരു പൊതുമരാമത്ത് റോഡ് പോലും ഒല്ലൂരിലില്ല. ഏഷ്യയിലെ ഏറ്റവും മികച്ചതും കേരളത്തിലെ ആദ്യത്തേതുമായ സുവോളജിക്കൽ പാർക്ക് ഒല്ലൂർ മണ്ഡലത്തിൽ സ്ഥാപിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞു. ഈ മണ്ഡലത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലൂടെയും അടിസ്ഥാന സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സാധ്യതകൾ തരുന്ന ഒന്നാണ് സുവോളജിക്കൽ പാർക്ക്. നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഉപകരിക്കുന്ന വിധമാണ് ഈ പദ്ധതി. വിവിധ സ്വീകരണങ്ങളിൽ സംഘാടക സമിതികൾ ഏർപ്പെടുത്തിയ സമാദരണത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ മന്ത്രി ആദരിച്ചു. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കേരളത്തിന്റെ മുൻ മന്ത്രിയും MLA-യുമായ ശ്രീ മൊയ്തി നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള വികസന സന്ദേശ ജാഥ ഔപചാരികമായി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ കേരളത്തിന്റെ ക്യാബിനറ്റ് യോഗം നടക്കുന്ന ദിവസമാണ്, ബുധനാഴ്ച. ഓൺലൈനായിരുന്നു ഇന്നത്തെ ദിവസം. 10:30 മണിക്ക് ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് വളരെ അടിയന്തരമായി മറ്റൊരു യോഗത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഇപ്പോൾ ആരംഭിക്കുന്ന ഒരു ഓൺലൈൻ യോഗം നിയന്ത്രിക്കണം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ആ ഓൺലൈൻ യോഗം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തിരിച്ചു വിളിച്ചു. മുഖ്യമന്ത്രി അപ്പോൾ ഒരു യോഗത്തിലാണ്, അദ്ദേഹം തിരിച്ചു വിളിക്കും എന്ന് സുനീഷ് അറിയിച്ചു. അദ്ദേഹം പറഞ്ഞിരുന്നത് ധർമ്മട മണ്ഡലത്തിലെ ജാഥ ആരംഭിക്കുന്ന ദിവസമായിരുന്നു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലും അനുബന്ധ മണ്ഡലങ്ങളിലും മാത്രമല്ല കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ധർമ്മടത്ത് ബഹുമാനപ്പെട്ട MLA കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നയിക്കുന്ന ജാഥ ഉൾപ്പെടെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാർ ഉള്ളയിടത്ത് MLA-മാരും അല്ലാത്തയിടത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും നേതൃത്വം നൽകുന്ന വികസന സന്ദേശ ജാഥ 10 വർഷം കേരളം കരഗതമായിട്ടുള്ള അനുഭവങ്ങളുടെയും വികസനത്തിന്റെയും കരുത്ത് നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഓർമ്മകളുണ്ട്. ഇന്ന് കേരളത്തിലെ വികസനത്തെക്കുറിച്ച് പരസ്പരം സംവദിക്കാൻ
ഒരിടത്തേക്ക് നോക്കാൻ ആവശ്യപ്പെടേണ്ട കാര്യമില്ല. കാലിൽ നിന്ന് കുത്തിയ മണ്ണിനെ നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ വികസനം അറിയാൻ കഴിയുന്ന വിധത്തിൽ ആ നാട് മാറി. വികസനം മാത്രമാണ്. ഒരു നേതാവ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ അടയാളപ്പെടുത്തലായി കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ദീർഘകാലം നയിച്ച ഒരു നേതാവ്, ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ദീർഘകാലം നയിച്ച ഒരു നേതാവ്. വേണ്ടി ജയപ്രകാശൻ നേതൃത്വം പറഞ്ഞ ക്ഷണിക്കും. സുരേന്ദ്രൻ ജീരോത്ത്, നിമിത മനോജ്, 25 ബൂത്ത് അനീഷ്, ടോമി, രവി ടി എ, ശങ്കരൻ, ബാബു. 174 ബൂത്ത് മാത്യു സി പി, വൃന്ദാവൻ, സന്തോഷ് വെള്ളനഴി, വിൽസൺ കുഞ്ഞാമര. 169 വി പി ഷാജി, സുരേഷ് ബാബു, നാരായണൻ, അശ്വതി, ലിഷ. ബൂത്ത് 167 ജിതേഷ്, അഗ്നിവേശ്, ധനലക്ഷ്മി, ബൈജു സി ബി. പീച്ചി ഇടതുകര കനാൽ തുറന്നു. കുടിവെള്ള ആവശ്യങ്ങൾക്കായി വെള്ളം നൽകാൻ ഡാമിന്റെ ഇടതുകര കനാൽ 1 സെക്കൻഡിൽ 4 ഘനമീറ്റർ വെള്ളം പ്രതിദിനം തുറന്നുവിടുന്നു. പുത്തൂർ, തൃക്കൂർ പഞ്ചായത്തുകളിലും കൂട്ടാല മേഖലയിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതരും അഡ്വൈസറി കമ്മിറ്റിയും യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. 10 ദിവസത്തേക്കാണ് കനാൽ തുറക്കുക. എന്നാൽ ബാഷ്പീകരണ തോത് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ദിവസങ്ങളുടെ എണ്ണം കൂട്ടും. പീച്ചിയിൽ നിന്ന് ആമ്പല്ലൂർ വരെ നീണ്ടുകിടക്കുന്നതാണ് ഇടതുകര കനാൽ. 44.9 കിലോമീറ്ററാണ് നീളം. 9 വില്ലേജുകളിലേക്ക് ജലവിതരണം നടത്തുന്നു. ജോയിന്റ് കൌൺസിൽ തൃശൂർ ടൌൺ മേഖലാ സമ്മേളനം സാഹിത്യ അക്കാദമി ഹാളിൽ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ എസ് സജീവ് ഉദ്ഘാടനം ചെയ്തു. ടി എസ് രജനീകാന്ത് അധ്യക്ഷത വഹിച്ചു. പി ജി രജിത്, ടി ഡി പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്.
കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പട്ടിക്കാട് സ്റ്റേഡിയം നാളെ നാടിന് സമർപ്പിക്കും. നിർമ്മാണം പൂർത്തിയായി പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയം റവന്യൂ മന്ത്രി കെ രാജൻ നാളെ നാടിന് സമർപ്പിക്കും. 3 കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മാണം. 100 മീറ്റർ നീളത്തിലും 50 മീറ്റർ വീതിയിലും ഗ്രൗണ്ട്. മൈതാനത്തിന്റെ 3 ഭാഗത്തും 3 വരികളിലായി കോൺക്രീറ്റ് ഇരിപ്പിടങ്ങൾ. എല്ലാ വശങ്ങളും ഉരുക്കു വല കൊണ്ടും പ്ലാസ്റ്റിക് വല കൊണ്ടും കെട്ടി സംരക്ഷിച്ച രീതിയിലാണ് നിർമ്മാണം. സ്റ്റേഡിയത്തിനകത്ത് ഓപ്പൺ ജിമ്മും ഫ്ലഡ് ലൈറ്റ് സംവിധാനവും ഉടൻ സജ്ജമാക്കും. കനാൽ റോഡിനോട് ചേർന്നുള്ള ഭാഗം പൂർണ്ണമായും കരിങ്കല്ലുകൊണ്ട് സുരക്ഷാ ഭിത്തി നിർമ്മിച്ചു. സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഗ്രൗണ്ടിന്റെ ഘടന തയ്യാറാക്കിയിരിക്കുന്നത്. ആരോഗ്യകരമായ കേരള സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം ഹെൽത്ത് ലൈഫ് ക്യാമ്പയിൻ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ നാഷണൽ ആയുഷ് മിഷനും ആയുഷ് വകുപ്പും സംയുക്തമായി നടത്തുന്ന പദ്ധതിയെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ വടക്കാഞ്ചേരി സെന്റ് പയസ് UP സ്കൂൾ ഹാൾ വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. മുളകുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അജയ്കുമാർ, വടക്കാഞ്ചേരി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP മദനൻ, വടക്കാഞ്ചേരി GHD ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയമ ജോസഫ്, സെന്റ് പയസ് 10th അപ്പർ പ്രൈമറി സ്കൂൾ HM റവറൻ സിസ്റ്റർ റോസ് പോൾ CHF, മുണ്ടൂർ GAD SMO ഡോക്ടർ V രാഖി സുകുമാരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃശൂർ NAM MO GHSS ഡോക്ടർ A ദീപ, മുണ്ടത്തിക്കോട് MO ഡോക്ടർ MK ലിജി എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു. യോഗ പെർഫോമൻസ് ക്വിസ് മത്സരം എന്നിവയും നടന്നിരുന്നു. ഭക്ഷണത്തിലൂടെ പോഷകാഹാരം വർദ്ധിപ്പിക്കല്, കൃത്യമായി ശാരീരികമായ വ്യായാമത്തിലേർപ്പെടല്, തിരിച്ചെത്തുക, പിന്നെ ഉച്ച കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇത് ആരംഭിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വൈസ് ചെയർമാനും ഞാനും അവിടേക്ക് പോകേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് പോകാൻ സഹായകരമാണ്. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അജിത് ഉൾപ്പെടെയുള്ള ഏകദേശം 250ഓളം വരുന്ന യോഗ അധ്യാപകർ, അവരുടെ യോഗ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് എനിക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാൻ പക്ഷേ ഈ തിരക്ക് മൂലം അത് പിന്നെ ഉപേക്ഷിക്കായ പിന്നെ വ്യായാമ മുറകൾ രൂപപ്പെടുത്തിയെടുക്കൽ തുടങ്ങിയവ ഒട്ടേറെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ പ്രാപ്തമാണ്. കൃത്യമായ ഒരു എക്സസൈസ്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പിന്നെ പുറമേ നിന്നുള്ളവർ. കുട്ടികളിൽ നല്ല അവബോധം രക്ഷിതാക്കളിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാരണം പലപ്പോഴും നല്ല സ്റ്റാമിന ഇത്തരം എക്സസൈസുകളില്ലാത്തതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ഇല്ലാത്തൊരവസ്ഥ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊന്നും വലിയ സ്റ്റാമിന ഉണ്ടായിട്ട് പറയണതല്ല, എങ്കിലും കായികമായ ഇടപെടലുകൾ വളരെ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ്. അപ്പം നമ്മുടെ കളിക്കളങ്ങൾ, ഗ്രൗണ്ടുകൾ, കുട്ടികൾ സ്വമേധയാ കളിക്കാനുള്ള അവസരങ്ങൾ, അതിൻ്റെ ഭാഗമായി അത് രൂപപ്പെടുത്തിയെടുക്കുന്നതൊക്കെ ജീവിതത്തിലെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വളരെ നിർണായകമാണ് എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. വടക്കാഞ്ചേരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ തീപിടുത്തം. ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് പിൻഭാഗത്തെ സ്കൂളിന്റെ 3ാം നിലയിൽ തീപിടുത്തമുണ്ടായി. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന സ്ഥലമാണിത്. ബെഞ്ചുകൾ, ഫാനുകൾ, മറ്റു വൈദ്യുതി ഉപകരണങ്ങൾ ഇവയെല്ലാം കത്തിച്ചാമ്പലായി. സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല. അഗ്നിശമന സേനയുടെ 2 യൂണിറ്റ് എത്തിയാണ് തീ അണയ്ക്കുന്നത്. മുകൾ ഭാഗം ഷീറ്റ് മേഞ്ഞതിനാൽ വലിയ ചൂട് അനുഭവപ്പെട്ടിരുന്നു. മുകൾ ഭാഗത്ത് പുക ഉയരുന്നത് കണ്ട വിദ്യാർത്ഥികൾ ഓടിച്ചെന്ന് നോക്കിയപ്പോഴാണ് തീ ആളിപ്പടരുന്നത് കണ്ടത്.
മച്ചാട് മാമാങ്കം സമാപിച്ചു. മാമാങ്കം കൊണ്ടാടാൻ തിരുവാണിക്കാവിലേക്ക് എത്തിയത് പതിനായിരങ്ങളാണ്. അവസാന പറയെടുപ്പ് നടത്തി ഇളയത് മടങ്ങി. കുതിരകളെയും കുംഭക്കുട നേർച്ചയും പഞ്ചവാദ്യാവേശവും തിമിർത്തു കൊണ്ടാടി ഭക്തജനങ്ങൾ 2026 മാമാങ്കത്തിന് പര്യവസാനം കുറിച്ചു.
കാർഷിക വിദ്യാർത്ഥിക്ക് വിദേശ ഫെലോഷിപ്പ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലെ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജിലെ ഡോക്ടർ ശരണ്യ JS യൂറോപ്യൻ കമ്മീഷന്റെ മേരി ക്യൂറി പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പാണ് നേടിയത്. ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷനിൽ ബിരുദാനന്തര ബിരുദവും സിയോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. സിയോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഓഷ്യൻ ഒബ്സർവേഷൻ ലബോറട്ടറിയിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെലോ ആണ്. തൃശൂർ ജില്ലയിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചവർ അബൂബക്കർ മടുത്തിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ നിന്ന് മെമ്പർഷിപ്പ് സ്വീകരിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു. നൌഷാദ് വട്ടക്കല്ല്, സിജോ പോപ്പ് നഗർ, ജീസ്മോൻ സെബാസ്റ്റ്യൻ, സുരേഷ് കോട്ടേപ്പാടം, ഷാജിമോൻ VA, ബഷീർ PH എന്നിവർ നേതൃത്വം നൽകി. വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ആയുഷ്കാൽ അധ്യക്ഷയായ ഡോക്ടർ M ലക്ഷ്മി കുമാരിയുടെ നവതി ആഘോഷം മാർച്ച് 1 കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിക്കും. ഓട്ടിസം മുതലായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് താങ്ങും തണലുമാകാനാണ് ഈ പുരസ്കാരത്തിന് ലക്ഷ്മികുമാരി അർഹയായത്. 25,000 രൂപയും പ്രശസ്തി പത്രവും നൽകി വിവേകാനന്ദ കേന്ദ്രം അവരെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ PN ജോഷി, കൺവീനർ KN അനിൽകുമാർ, സെക്രട്ടറി T സുധാകരൻ, പത്രപ്രവർത്തകൻ മോഹനചന്ദ്രൻ എന്നിവർ പങ്കെടുത്തിരുന്നു. മണ്ണുത്തിയിൽ നിന്ന് മുക്കാട്ടുക്കര വഴി തൃശൂരിലേക്കും തിരിച്ചും സഞ്ചരിക്കാൻ കഴിയുന്ന BMBC നിലവാരത്തിൽ പണിതീർന്ന റോഡാണിത്. 3 മാസം മുൻപ് പീച്ചിയിൽ നിന്ന് തൃശൂർ നഗരത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുവരുന്ന പൈപ്പുകൾ സ്ഥാപിക്കാൻ ഈ റോഡിൽ ബദലഹേം കോൺവെന്റ് മുതൽ നായരങ്ങാടി വരെ റോഡ് 3/4 ഭാഗവും പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചു. മാസം 2 കഴിഞ്ഞിട്ടും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർ കൂട്ടാക്കുന്നില്ല. പരിസരവാസികൾ പൊടിശല്യം മൂലം കഷ്ടപ്പെടുന്നു. പലരും, പ്രത്യേകിച്ച് പ്രായമായവരും കുട്ടികളും, ശ്വാസകോശ രോഗം പിടിപെട്ട അവസ്ഥയിൽ ചികിത്സയിലാണ്. വാഹനങ്ങൾ കുണ്ടിലും കുഴിയിലും ചാടി ആടി ഉലഞ്ഞാണ് യാത്ര. ഇരുചക്രവാഹന യാത്രക്കാർ പലവട്ടം വീണ് കാലും കൈയും ഒടിഞ്ഞ് ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായി. നാട്ടുകാർ, കൌൺസിൽ, മേയർ, MLA എന്നിവർക്ക് പലവട്ടം പരാതി നൽകി ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരിസരവാസിയായ ജോബി എന്ന യുവാവ് പറയുന്നു. ഇടിവിട്ടുകൊണ്ടവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ KCBയുടെ വക അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടാൻ വേറെ കുഴിക്കുന്നു. എല്ലാം കൊണ്ടും പൊടിപൂരം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ്. ഞാൻ സ്ഥിരം സഞ്ചരിക്കുന്ന വഴിയാണ്, പുലർച്ചയ്ക്കേറ്റ് പോണ വഴിയാണ്. പക്ഷേ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് കോർപ്പറേഷൻ്റെ അമൃതം പദ്ധതിക്ക് വേണ്ടിയിട്ട് പൈപ്പ് ഇടാൻ വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡാണ്. അന്ന് തന്നെ കോർപ്പറേഷൻ ഇതിട്ട് അറിയാൻ വേണ്ടിയിട്ട് 13 ലക്ഷം രൂപ PWയുടെ ഓഫീസിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ടെൻഡർ എടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക. എത്ര ആൾക്കാർ വീണുണ്ടെന്ന് അറിയാം. ബാക്കി യാത്രക്കാർ, സ്കൂളിൽ പോണ കുട്ടികൾ, ആ പൊടിയൊക്കെ ശ്വസിച്ചിട്ട് അവർക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുക. സ്കൂൾ പിള്ളേർക്ക് ഈ പരിസരത്തുള്ള വീടുകളിലൊക്കെ പൊടിശല്യ. ഈ ഫ്രൂട്ട്സുകാരൻ്റെ കാര്യം തന്നെ ഒരു ആഴ്ചയിൽ 2 ദിവസം തുറക്കണല്ലോ, ബാക്കി 5 ദിവസം അടച്ചിട്ട് വീട്ടിലിരിക്കുക ശ്വാസം മുട്ടിയിട്ട്. പിന്നെന്ന് പറയുന്നത് എന്നിട്ടാന്ന് വെച്ചാൽ നമ്മുടെ MLA മണ്ണുത്തില താമസിക്കുന്നത് ആള് സ്ഥിരമായിട്ട് 3-4 പ്രാവശ്യത്തിലപ്പോൾ ഉണ്ട്. ആള് വിചാരിച്ചാൽ നടക്കാവുന്ന കേസുള്ള നിമിഷങ്ങൾക്കുണ്ട്. ആള് ഈ പത്രത്തിൽ പരസ്യം ഇതൊക്കെ വരുന്നുണ്ട്, വികസന പ്രവർത്തനം, ഇപ്പൊ വികസന ജാഥ നയിക്കുന്ന ആള്. അപ്പൊ ഇതൊന്നും കാണാതെ കൊണ്ടാണ് ആള് വികസന ജാഥ നയിക്കുന്നത്. ഇതിപ്പോ എന്താ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാവണല്ലോ. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞാൽ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞാൽ അവിടെ ഇടും. 2 ആഴ്ച കഴിഞ്ഞാൽ അത് അവിടെ ഇട്ട് ഇനി ഇലക്ഷൻ കഴിയിട്ടെന്ന് പറയും. അപ്പോഴും ഏപ്രിൽ, പിന്നെ മെയ് മാസം തൊട്ട് മഴയാവും. മഴ പെയ്യുമ്പോൾ ഈ റോഡ് അങ്ങനെ എടുക്കും. ഇതിപ്പോ ശരിയാവേണ്ട ലക്ഷണമൊന്നും ഇപ്പൊ കാണാനില്ല. TCV, കേരള വിഷൻ തന്നെ 2 പ്രാവശ്യം, ഇതിപ്പോ 3-ാമത്തെ പ്രാവശ്യം ഒരു ന്യൂസ് കൊടുക്കണത്. പിന്നെ മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, TCVക്കാർ വന്നിട്ടുണ്ടായിരുന്നു, CTVക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഭയങ്കര ദുരിതമായി. ഇപ്പോൾ ആ മഞ്ഞളങ്ങാടിയിൽ തന്നെ 2 കാലം ഒടിഞ്ഞിട്ട് ഒരാളിരിക്കുന്നുണ്ട് ഈ കുഴിയിൽ വേണ്ടത്. അതിൻ്റെ ഇടയിലാണ് ഈ കേബിൾ ഇടാൻ കുഴി എടുക്കണത്. അതിൽ ഒരാൾ വേണ്ടിട്ട് മഞ്ഞളങ്ങാടിയിൽ 2 കൈ ഒടിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ഇവർക്കൊന്നും ഒരു നഷ്ടപരിഹാരം ആരും കൊടുക്കുന്നില്ലേ. മറ്റൊരു വേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ
ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുകളുടെ സംഗമമായ കാൻ കേരള അറായിക്കോൺ 2026 ഫെബ്രുവരി 20 മുതൽ 22 വരെ തൃശൂർ കാസിനോ ഹോട്ടലിൽ നടത്തുമെന്ന് വാർത്താസമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. ക്യാൻസർ ബാധിതരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ സമ്മേളനത്തിന് പ്രസക്തിയുണ്ട്. സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ നയരൂപീകരണ ചർച്ചകളും ഇതിന്റെ ഭാഗമായി നടക്കുന്നു. നാഷണൽ AROI പ്രസിഡന്റ് ഡോക്ടർ CS മധു ഉദ്ഘാടനം ചെയ്യും. നാഷണൽ സെക്രട്ടറി ഡോക്ടർ V ശ്രീനിവാസൻ മുഖ്യ അതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ KR പ്രേമ, ഡോക്ടർ ഫെബിൻ ആന്റണി എന്നിവർ പങ്കെടുത്തു. ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികജാതി വികസന വകുപ്പും ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്നവർക്കായി വാണിയമ്പാറ പാരിഷ് ഹാളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്നവർക്ക് ആവശ്യമായ റവന്യൂ രേഖകൾ നൽകാനും രേഖകളിൽ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുമെങ്കിൽ അവ ചെയ്തു കൊടുക്കുന്നതിനുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെൻഷനേഴ്സ് കൌൺസിൽ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. 100 കണക്കിന് സർവീസ് പെൻഷൻകാർ അണിനിരന്ന് താലൂക്ക് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം തൃശൂർ EMS സ്ക്വയറിൽ സമാപിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾക്കൊപ്പം വരുമാന അസമത്വം വർദ്ധിക്കുന്നതും ദാരിദ്ര്യം തുടരുന്നതും ആശങ്കാജനകമാണ്. സംസ്ഥാനത്ത് 1957 മുതൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരുകൾ സാമൂഹ്യനീതി അടിസ്ഥാനമാക്കിയ ഭരണരീതിയിലൂടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് ആത്മവിശ്വാസം നൽകി. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം ഉറപ്പാക്കാനാണ് ഭരണകൂടങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വം. നിലവിൽ ഏകദേശം 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് സമ്പത്തിന്റെ പുനർവിതരണ നയത്തിന്റെ ഭാഗമായാണ്. സ്വാഗത സംഘം ചെയർമാനും CPI ജില്ലാ സെക്രട്ടറിയുമായ KG ശിവാനന്ദൻ അധ്യക്ഷനായി. യുവകലാസാഹിതി രക്ഷാധികാരിയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ EM സതീശൻ, പെൻഷനേഴ്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് സുഖേശൻ ചൂലിക്കാട്, ജനറൽ സെക്രട്ടറി N ശ്രീകുമാർ, അഹമ്മദ് കുട്ടി കുന്നത്ത്, PM ദേവദാസ്, B വിജയമ്മ, MA ഫ്രാൻസിസ്, R ബാലൻ ഉണ്ണിത്താൻ, R സുഖലാൽ, KS ഭാരതരാജ്, പ്രദീപ് കുമാർ, ശ്രീരാജ് കുമാർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ PT സണ്ണി എന്നിവർ സംസാരിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ എന്നിവർ പങ്കെടുത്തു. അല്പം യാഥാർത്ഥ്യപക്ഷമാണ് ആ ശീലം മാറ്റണം. ഇടതുപക്ഷം കുറേ ശീലം മാറ്റാൻ വിദ്യാവത്തമാണ്. അതാണ് ഇവിടെ താല്പര്യം. കാരണം സ്വാഗതം പറയണം, അവർ ആയിരം കൊണ്ട് ബോധ്യമാണില്ല. പറയേണ്ട താമസം ഒന്നടങ്കം അത് ഫീൽ ചെയ്യും. നമുക്ക് ഈ വയസ്സായവർക്ക് വലിയാണ് എല്ലാ പേരും അവർക്ക് മന്ത്രിക്കും സുധീഷ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൽകുന്നു. അതൊക്കെ ഈ പ്രായത്തിൻ്റെ അസ്ഥിരങ്ങളാണ്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ എല്ലാ അർത്ഥത്തിലും ഓരോ ബാലകൃഷ്ണനെയും അറിയണം. ഈ കൗമാരവും യുവത്വവും എല്ലാം ഒരുമിച്ച് ആവർത്തിച്ച പ്രധാനമായിട്ട് മാറുകയും കേരളത്തിലെ സർവീസ് പെൻഷനേഴ്സിന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് ഈ സംഘടന. ആ സ്ഥാനമുണ്ടായത് ഈ സംഘടന കാലാകാലങ്ങളിൽ തുടങ്ങിയ നിലപാടിൻ്റെ ഒരു പേരിലാണ്. പല
വ്യത്യസ്ത പ്രയാസങ്ങൾ മനുഷ്യന് കേട്ടാറുണ്ട്. രോഗപീഠങ്ങൾ, ഒറ്റപ്പെടൽ, അസുഖങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങി പലതും പ്രയാസപ്പെട്ടാറുണ്ട്. അതുകൊണ്ട് agony of the world എന്ന് പറഞ്ഞ അവസ്ഥയുണ്ടാകും. വാർദ്ധക്യത്തിൻ്റെ വ്യഥകൾ അത് ആരോഗ്യപരം മാത്രമല്ല, രോഗം മാത്രമല്ല, വ്യഥകൾക്ക് പല രൂപങ്ങളും. അത് പാപമാണ്. ഒന്ന് ഒറ്റപ്പെടൽ, ലോൺലിനെസ്. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനും PG സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥാപക സെക്രട്ടറിയുമായ കിണറ്റിൻകര കാലായിൽ KC മാത്യു നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കണ്ണാറ ഷേഖേം ക്രിസ്ത്യൻ സെമിത്തേരിയിലാണ്. തങ്കമ്മയാണ് ഭാര്യ. സാലി, സെബി എന്നിവർ മക്കളും ജോയ്, സിജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VD സതീശന്റെ പുതുയുഗയാത്രയ്ക്ക് തൃശൂരിൽ വൻ സ്വീകരണം. വെള്ളാനിക്കര കാർഷിക സർവകലാശാല സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദക്ഷിണ മേഖലാ കാർഷിക മേള റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് അധ്യക്ഷനായി. റവന്യൂ മന്ത്രി K രാജൻ നയിക്കുന്ന LDF ഒല്ലൂർ മണ്ഡലം വികസന സന്ദേശ ജാഥ പര്യടനം ആരംഭിച്ചു. ഒല്ലൂർ ചിയാരത്ത് നിന്ന് ആരംഭിച്ച ജാഥ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മാറ്റാംപുറം MN നഗർ ഇരട്ട വീട് ഒറ്റവീടാക്കൽ പദ്ധതി പൂർത്തീകരണവും താക്കോൽ കൈമാറ്റവും റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ലാബ് ആരംഭിക്കാൻ സുരേഷ് ഗോപി 33 ലക്ഷം രൂപ അനുവദിച്ച് 1 വർഷമായിട്ടും കോർപ്പറേഷൻ ഭരണാനുമതി നൽകാത്തതിനാൽ ലാബ് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.